ജെസീസ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, 20 ഗപ്പികളെ ബ്രീഡ് ചെയ്ത് വൻ വിലക്കുറവിൽ വിൽക്കുന്ന കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരുള്ള അമ്മൂസ് അക്വാ പാർക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇത് റെഡ് ഡ്രാഗൺ കോളി ഡോർസൽ എന്ന് പറഞ്ഞ ഡാർക്ക് നൈറ്റ് എന്നൊക്കെ വിളിക്കും. ഡാർക്ക് നൈറ്റ് കോളി ഡോർസൽ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. ഇതും ഇതുപോലെ ഭയങ്കര മാർക്കറ്റിൽ നല്ല ഡിമാൻഡുള്ള ഫിഷാണ്. ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഗപ്പീസ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്നതാണ്. ഇത് സാറേ, ഇത് ആരാണ്? ഇതാണ് നമ്മുടെ അമ്മൂസ് അക്വാ പാർക്കിന്റെ അമ്മൂസ് എന്ന് പറയുന്നത്. സാറിന്റെ മോളാണ്. എന്റെ മോളാണ്. കഴിഞ്ഞ തവണ നമ്മള് വന്നപ്പോ ഇല്ലായിരുന്നു. ഇല്ല, അവള് പുറത്തായിരുന്നു, തായ്ലൻഡ്. അവിടെ വർക്ക് ചെയ്യായിരുന്നു. ഹസ്ബൻഡും ആയിട്ട് അവിടെ ആയിരുന്നു. അവിടെയാണ് ഇപ്പൊ ലീവിന് വന്നത്. ഇപ്പം ലീവിന് വന്നത്. അറിയാമോ ഇതൊക്കെ ഫിഷ്? പിന്നെ അപ്പൊ ഇനി മോള് ഇത് ഏത് വിഭാഗത്തിലുള്ളതാ? ഒരു കസ്റ്റമർ ഉണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാം. ഓക്കെ. അപ്പൊ മോള് പരിചയപ്പെടുത്ത. ഓക്കെ. ഇത് റെഡ് ഡ്രാഗൺ എന്ന് പറയുന്നത്. റെഡ് ഡ്രാഗൺ ഇത് നല്ല സെയിലുണ്ട്. ഇവിടെ തന്നെ സംഭവം എന്താന്ന് പറഞ്ഞാല് അത്ര എളുപ്പമല്ല ഇത് വളർത്തിയെടുക്കാൻ. ബ്രീഡിംഗ് ആണെങ്കിലും നമ്മൾ അറ്റ്മോസ്റ്റ് കെയർ കൊടുത്ത് നല്ലപോലെ നോക്കിയാലേ ഇതിനെ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. അതിലും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡാണ്. അതെ. ലൈവ് ഫീഡ്, ആർത്തീമിയ സിസ്റ്റം എന്ന് പറയും. ഡീക്യാപ്പ് ആർത്തീമിയ ഉണ്ട്. ഇങ്ങനത്തെ പ്രോപ്പർ ഫീഡ് കൊടുത്ത് പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യണം. അത്രയും കെയർ ചെയ്ത്, പ്രത്യേകിച്ച് ഈ ടെമ്പറേച്ചർ വേരിയേഷൻ ഭയങ്കര പ്രശ്നം പറ്റുന്ന ഫിഷായത്. സോ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫിഷ് ആണെന്ന് ആളുകൾക്ക് അറിയാമെങ്കിൽ ഓൾവേസ് അവർ പ്രിഫർ ചെയ്യും. എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഇനമാണ്. അതെ. നമ്മൾ പിന്നെ എല്ലാ പീരിയോഡിക്കലി സ്ട്രെയിൻ മാറ്റിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പം ഒരു 3-4 ടൈംസ് ബ്രീഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ ആ സ്ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യും. പുതിയ സ്ട്രെയിൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുത്ത് ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യും. കാര്യം നമുക്ക് അധികം വരുന്ന ആൾക്കാര് റെഗുലർ ആയിട്ട് വരുന്നത്. വെറൈറ്റി വേണം. അപ്പൊ ആ വെറൈറ്റി നമ്മൾ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നു. ഇവിടെ നല്ല സെയിലാണെന്ന് അറിയാം. ഞാൻ വന്നതിന്റെ ഇടയ്ക്ക് തന്നെ 3-4 കസ്റ്റമേഴ്സ് വന്നിരുന്നു. നമുക്ക് അങ്ങനെയാണ്, റെഗുലർ ആയിട്ട് വരുന്ന ആൾക്കാര് എപ്പോഴും പ്രിഫർ ചെയ്യും. ഇത് യെല്ലോ മൊസൈക് ബ്രീഡ് ആണ് അല്ലേ? സെയിൽ ഇപ്പൊ ഉണ്ടോ? ഇത് നല്ല സെയിലാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാല് മെയിലിന്റെ ബോഡിയില് ഫുൾ ആ മൊസൈക് പാറ്റേൺ കയറി വരും. മെയിലാണ് അതുള്ളത്. പൊതുവെ ഈ ഗപ്പിയില് ടോപ്പ് വ്യൂല് ഭംഗി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. സൈഡ് വ്യൂല് നമുക്ക് അറിയാൻ പറ്റും. ഇത് ടോപ്പ് വ്യൂല് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിട്ട്. അത് മെയിലാണ് എപ്പോഴും നല്ല അട്രാക്റ്റീവ്. പക്ഷെ ആളുകൾ വാങ്ങുന്നത് പേരാണ് അല്ലേ? പേരായിട്ട് എല്ലാം വാങ്ങാം. ഇതിപ്പം റെഡ് റോസ് എന്ന് പറയുന്ന ബ്രീഡാ. ഇതിന്റെ നമ്മള് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്ന ബ്രൂഡ് സ്റ്റോക്കിന്റെ ഞാൻ കാണിച്ചത്. ഇത് ഹൈ ഡിമാൻഡിലുള്ളതാണ്. ഇപ്പം എന്താ പറയുന്ന വീട്ടമ്മമാർക്കാണെങ്കിലും ഇത് വളർത്തുന്നവർക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫീൽ ആവുന്നത്. കാര്യം എന്താ നല്ല ഡാർക്ക് കളറില് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഫിഷാണ്. ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ടോപ്പ് വ്യൂ ആണെങ്കിലും സൈഡ് വ്യൂ ആണെങ്കിലും ഒരേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. സെയിൽ നടക്കുന്നുണ്ട് നല്ലപോലെ. ഇത് പ്ലാറ്റിനം വൈറ്റ് ഡംബോ ഇയർ എന്ന് പറയുന്ന. ഇതിന്റെ പ്ലാറ്റിനം റെഡും ഉണ്ട്. ഇത് രണ്ടും ഭയങ്കര ഹൈലി ഡിമാൻഡിലായിട്ട് പോകുന്ന ഫിഷസാ. ഇതിന് ഇയർ നല്ല വലുപ്പം ഉള്ളതായിരിക്കും. ബ്ലൂ കളറിൽ നല്ല ബ്യൂട്ടിഫുൾ വലിപ്പമുള്ളതായിരിക്കും. ഡംബോ ഇയർ എന്നാ പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയാ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പൊ ടബിലൊക്കെ ഇട്ട് സ്റ്റോൺസ് ഒക്കെ വെച്ച് ഫൗണ്ടൻ പോലെ സെറ്റ് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ ചൂസ് ചെയ്യുന്നുണ്ട്.
മോളെ ഇത് എങ്ങനെയുണ്ട്? ഏതെണ്ണമാണ് ഇത് പ്ലാറ്റിനം റെഡ് ഡംബോയർ എന്ന് പറയുന്നത്. ഇത് നമ്മളിപ്പോ നേരത്തെ കണ്ടില്ലേ വൈറ്റിന്റെ അതിന്റെ റെഡ് ഷെയ്ഡ് വരുന്നത്. ഇത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫിഷ് ആണ്. കാര്യം നമ്മളിപ്പം ഫ്രിഡ്ജ് ടാങ്കിലൊക്കെ ഇടുമ്പോഴാണെങ്കിലും പ്ലാന്റ്സിന്റെ കൂടെ ഇടുമ്പോഴാണെങ്കിലും ഇതിന്റെ കളർ ഭയങ്കര അട്രാക്റ്റീവാണ്. കാര്യം ഈ റെഡ് കളർ ടെയിലും ബ്ലൂ ഇയേഴ്സും ഇതിന് വരുന്നത്. ഡംബോ ഇയർ വലിയ ഇയർ, അപ്പൊ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളതാ. ഫീമെയിലാണെങ്കിൽ ഒരു റെഡ് ടെയിൽ വരുന്ന പോലത്തെ നമുക്ക് അധികമായിട്ട് സെല്ലാവുന്നതിനകത്തൊരെണ്ണമാണിത്. ശരി ശരി. ഇത് പ്ലാറ്റിനം ബ്ലൂ ടൈൽ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. അത്യാവശ്യം പുതിയ സ്ട്രെയിൻ എന്ന് പറയാം. പുതിയ സ്ട്രെയിനാണ്. അപ്പൊ ഡിമാൻഡ് നല്ല ഡിമാൻഡുള്ള സാധനമാണ്. കാര്യം ഇതിന്റെ ടോപ്പ് വ്യൂവും നല്ല ഭംഗിയുണ്ട്, അതുപോലെ സൈഡ് വ്യൂവും ഭംഗിയുള്ളതാണ്. സാധാരണ ഇതിൽ ടോപ്പ് വ്യൂ ഉള്ളതെങ്കിൽ സൈഡ് വ്യൂ അത്ര കാണത്തില്ല, സൈഡ് വ്യൂ ഉണ്ടെങ്കിൽ ടോപ്പ് വ്യൂ അത്ര കാണത്തില്ല എന്നല്ല. ഇത് ടോപ്പ് വ്യൂവും നല്ല രസമാണ്, സൈഡ് വ്യൂ നല്ല രസമാണ്. ഈ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്നത് മെയിലാണ് അല്ലേ? മെയിലാണ്. ഫീമെയിൽ ഇച്ചിരി ഡള്ളായിട്ട് കാണുന്നു. ഓക്കെ. ഇത് ഒരു കോയി ഫിഷാണ്. മറ്റേത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അത് ആൽബിനോ കോയിയാണ്. ആൽബിനോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ചുമന്നിരിക്കും. അപ്പൊ മിക്കവാറും ഉള്ള കോയി നല്ല ഐറ്റംസ് ഒക്കെ പിന്നെ ആൽബിനോ വിഭാഗത്തിൽപ്പെട്ടതാണ്. കണ്ണ് ചുമപ്പ്. പക്ഷെ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ആൽബിനോ കോയി നമ്മള് വളരെ ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വളർത്തില്ലെന്നുണ്ടെങ്കിൽ ചത്തുപോകാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ ഇത് അതേ കണക്ക് ഇരിക്കും, അതേ കണക്കത്തെ കണ്ടില്ലേ, കണ്ടിട്ട് അതേ പക്ഷെ അതിന്റെ കണ്ണ് ബ്ലാക്ക്. അപ്പൊ ഇതിന് ഇമ്മ്യൂണിറ്റി കൂടുതലാണ്. അപ്പം മറ്റേ ഫിഷ് മേടിക്കാൻ പേടിയുള്ളവർക്ക് ഇത് ഒന്ന് വളർത്തി ടെസ്റ്റ് ചെയ്യാം. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. കാണാൻ വളരെ അട്രാക്റ്റീവ്. അത് ഏകദേശം അത് കണക്ക് തന്നെ ഇരിക്കും. കണ്ണിന്റെ ഒരു വ്യത്യാസം. പിന്നെ ഇയർ ഇല്ല, അത് ഈ ഫീമെയിലിന് ഇയർ ഉണ്ട് മറ്റേതിന്റെ. പക്ഷെ ഇതില് ഫീമെയിൽസിന് ഇയർ കുറവാണ്, മെയിൽസിനാണ് ഇയർ ഉള്ളത്. മറ്റേത് മെയിലിനും ഫീമെയിലിനും ഇയർ ഉണ്ട് ആൽബിനോ കോയിക്ക്. അതാണ് അതിന്റെ ഒരു വ്യത്യാസം. പക്ഷെ എങ്കിലും അത് വെടിക്ക് വളർത്താൻ ഒരു പേടിയുള്ള ഇത് വാങ്ങിക്കും. ഇത് നല്ല സെയിൽ വരുന്നതാണ്. ഇത് ആൽബിനോ ഫുൾ റെഡ് അല്ലേ? അതെ അതെ, ആൽബിനോ ഫുൾ റെഡ് എന്ന് പറയുന്ന വിഭാഗമാണ് ഗപ്പികളുടെ രാജാവെന്ന് വിളിക്കാൻ. കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഗപ്പിയാണ് ചുമന്ന ഗപ്പി എന്ന് പറയുന്ന. അപ്പം ആൽബിനോ ആണ് ഈ ചുമന്ന കണ്ണുള്ള സാധനമാണ്. അതിലെ സാറേ ആ ഫുൾ ടെയിൽ റെഡ് ഉള്ളത് മെയിലാണോ? അതെ അതെ, ബോഡി മൊത്തം റെഡ് ആയിട്ടുള്ളതാണ് മെയിൽ. മറ്റേത് ബോഡി ഒരു ഗോൾഡൻ കളറിലും പിന്നെ വാല് മാത്രം ചുവപ്പ്, അത് ഫീമെയിൽ. ഇച്ചിരി ഉരുണ്ടിരിക്കുന്നത് മെയിലായിരിക്കും. പിന്നെ ഇതിന് വലിയ ഡോർസലും വരും. ഇത് നന്നായിട്ട് ഏറ്റവും ഡിമാൻഡുള്ള ഫിഷാ. പിന്നെ ഈ ഷോപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മമാർ ഇങ്ങനെ ചോദിച്ചോണ്ട് കുറവേ കിടക്കുന്ന സാധനമാണ്. AFR ഉണ്ടോ ആൽബിനോ ഫുൾ റെഡ്. സാറേ ഈ മെറ്റൽ ബ്ലാക്ക് ഇവിടെ തന്നെ ഇത് ഇവിടെ തന്നെ ബ്രീഡ് ചെയ്യുന്ന സാധനമാണ്. ഇതും ഈ പിന്നെ പണ്ട് തൊട്ടേ ഉള്ള ഒരു പഴയ സ്ട്രെയിനാണ്. എന്നാലും അത്യാവശ്യം നല്ല ഡിമാൻഡ് ഉള്ള ഒരു സാധനമാണ്. ഈ പേര് 100 രൂപയേ ഉള്ളൂ, വില കുറവാണ്. പക്ഷെ കാണാൻ രസമുണ്ട്, കാണാൻ ഒരു പ്രത്യേക രസമുള്ള ഒരു സാധനം. ഇവിടത്തേനെക്കാട്ടിലും ഈ ബോംബെ ഉണ്ടായിരുന്നു. ഇത് കുറെ പുറത്തേക്ക് ബോംബെയിലേക്കൊക്കെ അയച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ അയച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം നമുക്ക് ഇവിടെ റീറ്റെയിലിന് തന്നെ തികയുന്നില്ല, അതുകൊണ്ട് പിന്നെ പുറത്തോട്ടുള്ള അയത്തൊക്കെ ഇല്ല അധികം ഇവിടെ തന്നെ. ഇവിടെ നല്ല സെയിലുണ്ട്. അത്യാവശ്യം വീട്ടിൽ തന്നെ ഇത് വെച്ചോടാം, ഇവിടെ ഫാമിൽ തന്നെ അത്യാവശ്യം പോകുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ മറ്റത് നമ്മള് അയച്ചിട്ട് അവിടെ കിട്ടുന്നതിനിടയ്ക്ക് ചത്തു പോയി കഴിഞ്ഞാൽ പ്രശ്നം. ഇതാകുമ്പോ അവരുടെ കയ്യിൽ നിന്ന് പാക്ക് ചെയ്തങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ റെഡ് ഡ്രാഗൺ എങ്ങനെയുണ്ട് സാറേ?
ആ റെഡ് ഡ്രാഗൺ ഇത് മറ്റേ ഡാർക്ക് നൈറ്റ് കോളിഡോർസൽ എന്നൊക്കെ പറയുന്ന ആ സാധനമാണ്. ഇത് പിന്നെ ടോപ്പ് ഡിമാൻഡുള്ള സാധനമാണ്. ഇന്ന് ടോപ്പ് വ്യൂ നല്ല രസമാണ്, സൈഡ് വ്യൂ നല്ല രസമാണ്, പിന്നെ കളർഫുൾ ആണ്. അതുകൊണ്ട് ആൾക്കാർ കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടും. എല്ലാ നിറവും ഉണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ഇവിടെ സ്റ്റോക്ക് ഇല്ല, കഴിഞ്ഞ്. ഇത് ഒരിക്കലും സ്റ്റോക്ക് കാണത്തില്ല. കാര്യം ആയി വരുമ്പോഴത്തേക്ക് ഇത് പോകും, കച്ചവടമാകും. അതാ ഇന്നും പോയി. ഇത് വളരെ കുറച്ചേ കാണും. ഇത് മോസ്കോ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് ഒരു അത്യാവശ്യം പുതിയ സ്ട്രെയിൻ ആണ്. ഇത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതെ അതെ, ഇതിൽ ഡീപ്പ് കളർ ഉള്ളതാണ് മെയിൽ അല്ലേ? അതെ അതെ, ഒരു ചെറിയ ഇയറും ഉണ്ട്. ആ ടെയിലിന് ഒരു ചോക്ലേറ്റ് കളറും ഉള്ള അതാണ് മെയില്. ഫീമെയില് സാധാരണ ഈ സാധനമാണ്. പക്ഷെ ഇതിന് ടോപ്പ് വ്യൂവിലും ഈ പറഞ്ഞ കണക്ക് അത്യാവശ്യം ഭംഗിയുണ്ട്. മേലിൽ നോക്കിയാലും ഒരു അത്യാവശ്യം ഭംഗിയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനും നല്ല ഡിമാൻഡാണ്. പിന്നെ പുതിയ സാധനമാണ്, താരതമ്യേന പുതിയതാ. പ്ലാന്റ്സും സെയിലൊക്കെ ഉണ്ടല്ലോ. പ്ലാന്റ്സും സെയിലുണ്ട്. ഇത് സെറ്റ് ചെയ്യാനെ കൊണ്ട് പിള്ളേർ വരും അല്ലേ, പ്ലാന്റോട് കൂടി? പിന്നെ സെറ്റിംഗ് ഒക്കെ അധികം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇത് മിക്കി മൗസ് പ്ലാറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. അതിന്റെ സൈഡിൽ മിക്കി മൗസിന്റെ ഒരു ഡിസൈൻ ഇങ്ങനെ കാണുന്നില്ലേ, അതാണ് എന്റെ ഒരു പ്രത്യേകത. പിന്നെ മേളിൽ നോക്കുമ്പം വൈറ്റും റെഡും മാത്രമേ കാണൂ. മോളിൽ നോക്കുമ്പോ സൈഡിൽ നിന്നാണ് ആ മിക്കി മൗസിന്റെ ഒരു പ്രത്യേക പാറ്റേൺ കണക്കത്തത് വരുന്നത്. ഇത് പണ്ടോട്ടേ ഭയങ്കര ഡിമാൻഡുള്ള ഒരു പ്ലാറ്റിയാണ്. ഇപ്പോഴും അതേ സെയിം ഡിമാൻഡുള്ളതാ. പ്ലാറ്റിയുടെ കൂട്ടത്തില് വളരെ ആൾക്കാർക്ക് പ്രത്യേക ഇഷ്ടമുള്ള ഒരു സാധനം. ഇതാണ് ക്രേഫിഷ് എന്ന് പറയുന്ന സാധനം. ലോബ്സ്റ്റർ എന്നൊക്കെ പറയുന്നത്. ഇത് ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ്. ഇത് ഷ്രിമ്പ് അങ്ങനെയൊക്കെയുള്ള ഈ സാധനങ്ങളൊക്കെ ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് പോകുന്നത്. പെയറായിട്ടും പീസായിട്ടും എല്ലാം മേടിക്കാറുണ്ട്. പിന്നെ ഇത് ഇച്ചിരി നമ്മൾ ചുമ്മാ അങ്ങ് വളർത്താൻ പറ്റത്തില്ല. അതിന്റെ ഈ ചില സ്വഭാവങ്ങളൊക്കെ അറിയണം. ഇമാര് തമ്മില് ഭയങ്കര അടിയും ബഹളവും. അപ്പൊ അതുകൊണ്ട് ഇതിന് ഹൈഡിങ് സ്പോട്ടുകൾ കൊടുക്കണം, ഒളിച്ചിരിക്കാനുള്ള സ്ഥലം കൊടുക്കണം. പിന്നെ ഇവര് ഈ ഇടയ്ക്ക് ഈ ബോഡിയിലെ ഈ ഷെല്ല് പൊളിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ആ പൊളിച്ച സമയത്തെന്ന് പറഞ്ഞാൽ ഇവന്മാര് ഭയങ്കര വൾണറബിളാ. ആ സമയത്ത് ബാക്കിയുള്ളവന്മാരായി കിട്ടിക്കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞു, ഇതിന്റെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് പുതിയ ഷെല്ല് വരുന്നവരെ ഇവരെവിടെങ്കിലും ഒളിച്ചിരിക്കും. അപ്പൊ അതിനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അല്ല പ്ലെയിൻ ആയിട്ടുള്ള ടാങ്കിൽ കൊണ്ടുപോയാൽ പാടാ. പിന്നെ വേറൊരു പ്രത്യേകത, ഇതിന്റെ കൈയൊക്കെ ഒടിഞ്ഞാൽ അത് പിന്നെയും കിളിച്ചു വരും. അടി കൂടിയിട്ട് കൈ ഒടിഞ്ഞെന്ന് വെച്ചോ, ഒരു കൈ പോയെങ്കിൽ ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് താഴെ തിരിച്ചു വരും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഉള്ള സാധനം. അഡാപ്റ്റേഷൻസ് ഒരുപാടുണ്ട്. പക്ഷെ ഇത് ഭയങ്കര അടി കൂടല. ഇത് മുതലമത്സ്യം എന്ന് പറയുന്ന അലിഗേറ്റർ ഗാറാണ്. ഇവൻ ഇത് ഇപ്പൊ തന്നെ 2 അടി ഒക്കെ പുറത്തായി. ഇത് 8 അടി വരെ വളരും എന്നാണ് പറയുന്നത്. വളരെ വലിയ രീതിയിൽ വളരുന്ന ഫിഷാണ്. ഉണ്ട്, ഇതിന്റെ കുഞ്ഞ് വേറെ ഉണ്ട്, ഇപ്പൊ കിടപ്പുണ്ട്. അലിഗേറ്റർ ഗാറിന്റെ ചെറിയ സൈസാണ് ഈ കാണുന്നത്. പിന്നെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു 1250, 1400 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. ഇതും നമ്മളൊരു 2 വർഷം നന്നായിട്ട് നോക്കാന്നുണ്ടെങ്കിൽ ഈ 2 അടി 3 അടി വലുപ്പത്തിൽ വരും. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ഡിമാൻഡുള്ള ഒരു ഫിഷാണ്. മോൺസ്റ്റർ ഫിഷിന്റെ കൂട്ടത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനമാണ് ഇത്. തീറ്റയൊക്കെ എടുക്കുന്ന ഒരു പ്രത്യേക ഇതാണ്. ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവനൊക്കെ ഒരു മത്തിയൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കണ്ണടച്ച് ഉറക്കുന്നതിന്റെ ഇടയിൽ അത് കഴിച്ചോണ്ട് പോകും. നമ്മുടെ സാധാരണ ഷാർക്ക്, വൈറ്റ് ഷാർക്ക്.
വെറൈറ്റി ഒക്കെയാണ്? ആൻഡ് ഇത് ഷാർക്ക് വെറൈറ്റിയിൽ വരുന്ന ആ ബ്ലാക്ക് കളറിൽ റെഡ് ടെയിൽ വരുന്നതിന് റെഡ് ടെയിൽ ഷാർക്ക് എന്നാ പറയുന്നത്. പിന്നെ വൈറ്റ് ബോഡിയിൽ റെഡ് ടെയിൽ വരുന്നതിന് ആൽബിനോ റെയിൻബോ ഷാർക്ക് എന്ന് പറയും. അതിന്റെ 2 വെറൈറ്റിയും കൂടെ. ഈ 2 വെറൈറ്റീസ്. പിന്നെ ഇതല്ലാണ്ട് വൈറ്റ് ഷാർക്ക് ഉണ്ട്, ബ്ലാക്ക് ഷാർക്ക് ഉണ്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഉണ്ട്. ഇത് റെഡ് ടെയിൽ ഷാർക്ക് എന്ന് പറയുന്ന മോൺസ്റ്റർ ഫിഷസിൽ വരുന്ന. ഇതിപ്പോ നമ്മൾ ഒരുവിധം അക്വേറിയം ഷോസിനൊക്കെ പോകുമ്പോൾ ഒക്കെ കാണുന്ന ഭയങ്കര ഹ്യൂജ് സൈസിൽ വരുന്നത്. അതിന്റെ 4 ഇഞ്ച് 5 ഇഞ്ച് സൈസ് വരുന്നത്. ഇത് ഭയങ്കര ഡിമാൻഡിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതാണ്. ആൻഡ് നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ഇമ്പോർട്ടഡ് ആയിട്ടുള്ളത് യൂസ് ഇവിടെ വെച്ചേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നല്ല ആക്റ്റീവ് ആയിട്ട് മൂവ് ചെയ്യുന്നവരാ. ഫീഡും നന്നായിട്ട് എടുക്കും. നല്ല ഒരു നമുക്കൊരു സ്നേഹം തോന്നുന്ന ഒരു മോൺസ്റ്റർ ഫിഷ് ആയത്. നമ്മൾ ഇവിടെ തന്നെ ബ്രീഡ് ചെയ്തെടുക്കുന്ന ഫിഷ്. ഇത് പോളാർ പാരറ്റ്സ് എന്നാ പറയുന്നത്. പോളാർ ബ്ലൂ, പോളാർ വൈറ്റ്, സിക്ലെറ്റ്സ് വെറൈറ്റിയിൽ ഇപ്പം നല്ല ഡിമാൻഡിലുള്ളതാണ്. സോ ഇത് പെട്ടെന്ന് നല്ലപോലെ ബ്രീഡും ആവും. ഇപ്പോ നമ്മളിപ്പോ ഒരു 4-5 ടൈംസ് ഇതിന്റെ ബ്രീഡിങ് ഓൾറെഡി ചെയ്തു. ഇത് കിടപ്പുണ്ട്, ഏഞ്ചൽ ഉണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാല് ബാർബ് വെറൈറ്റിയിൽ വരുന്ന ടൈഗർ ബാർബ്. ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്. നല്ല അട്രാക്റ്റീവ്. പിന്നെ ഇത് അധികമായിട്ട് ആൾക്കാർ ചൂസ് ചെയ്യുന്ന വെച്ചാല് ഫിഷ് ടാങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുമല്ലോ വീടുകളിൽ. അവര് ഇതിപ്പോ ഒരു 2 പേര് അല്ലെങ്കിൽ ഗൗരാമി ഇതുപോലത്തെ പല പല ടൈപ്പ് ഫിഷസ് ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിടുമ്പോഴും നല്ല അട്രാക്റ്റീവ് ആയിട്ട് അധികം പരസ്പരം പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കുന്ന പോലത്തെ ഫിഷസ്. ഇവിടെ അക്വേറിയം സെറ്റ് ചെയ്യാനുള്ള ആക്സസറീസ് ഒക്കെ നമ്മളിവിടെ ഈ പറയുന്ന പോലെ ഫിൽറ്റേഴ്സ് ആണെങ്കിലും എയറേറ്റേഴ്സ് ആണെങ്കിലും പമ്പ് ആണെങ്കിലും ഫിഷ് നെറ്റും എല്ലാം നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. കാര്യം നമുക്കിവിടെ വന്ന് ഫിഷ് വാങ്ങുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ട A to Z സാധനം ഇവിടെ അവൈലബിൾ. ഫിഷ് ഫീഡ് ആണെങ്കിലും പല റേറ്റിന്റെ ഉണ്ട്, പല ക്വാളിറ്റിന്റെ ഉണ്ട്. ഫിഷ് സ്പെസിഫിക് ആയിട്ടുള്ളതുണ്ട്. ബെട്ടയ്ക്ക് മാത്രം കൊടുക്കുന്ന ടൈപ്പ്, ഗപ്പിക്ക് മാത്രം കൊടുക്കുന്ന ടൈപ്പ്. അപ്പൊ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ക്ലിയർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു അക്വേറിയം സെറ്റ് ചെയ്യാൻ പോകുന്ന ഒരാൾക്കാണെങ്കിൽ ഡ്രിഫ്റ്റ് വുഡ് വേണോ, സ്റ്റോൺസ് വേണോ, പ്ലാന്റ്സ് വേണോ, എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിഷസ് ആണ്, ഇമ്പോർട്ടഡ് ടാങ്ക്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ മെഡിസിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സമ്മർ വുഡ് ആയതുകൊണ്ട് ഇതിന്റെ മെഡിസിൻ നമ്മൾ അതെല്ലാം ഇവിടെ സ്റ്റോക്ക് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ പറയുന്ന പോലെ അഫോർഡബിൾ റേറ്റിനോ കൊടുക്കുന്നത്. അത് എനിക്ക് മനസ്സിലായി. സാറ് ഒരു പ്രവാസിയാണ്, സാമ്പത്തികം അല്ല ലക്ഷ്യമെന്ന് എനിക്കത് മനസ്സിലായി. നമ്മള് എന്താ മൈൻഡിലെന്ന് പറഞ്ഞാല് ചെറുതിലോട്ട് നമ്മള് അക്വാറിയംസ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ല. അപ്പം വരുന്ന ഒരാൾക്ക് A to Z അവർക്ക് ഇവിടുന്ന് പോയി കഴിയുമ്പോൾ അവിടെ സെറ്റ് ചെയ്താൽ മതി. ആ ഒരു രീതിയിലാണ് നമ്മൾ വെച്ചത്. ഇത് ബട്ടർഫ്ലൈ പീകോക്ക് ബാസ് എന്ന് പറയുന്ന വെറൈറ്റി. ഇതും മോൺസ്റ്ററിൽ വരുന്ന അധികം ആൾക്കാരും ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. കാര്യം എന്താ പറയാ, ഈ മോൺസ്റ്റർ ഫിഷസിനോട് താല്പര്യമുള്ളവർക്ക് വളരെ പ്രിയപ്പെട്ട ഒരെണ്ണമാണ് പീകോക്ക് ബാസ് എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ബട്ടർഫ്ലൈ വേരിയന്റ് വരുന്നത്. ഇത് ആൽബിനോ കൊയ് എന്ന് പറയുന്ന ഇതിന്റെ ഇയർ കണ്ടില്ലേ, ആൽബിനോ റെഡ് ഇയർ എന്നൊക്കെ പറയുന്ന ആ ഒരു ബ്രീഡാ. ഇതിലെ പ്രത്യേകത എന്ന് പറഞ്ഞാല് മെയിൽസ് കമ്പാരിറ്റീവ്ലി ചെറുതായിരിക്കും. ഈ ഒരു ബ്രീഡിനകത്താണ് ഫീമെയിലും നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാത്തിലും കുറച്ച് ഡമ്മ. ഇതിനകത്ത് ഈക്വലി നല്ല ഇതായിട്ടാണ് ഉണ്ടാവുക. പക്ഷെ മെയിലാണ് ചെറുത്. മെയിലായിരിക്കും ചെറുത്, ഫീമെയിൽ ഇച്ചിരി കൂടെ വലുതായിരിക്കും. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ചിരിച്ചോണ്ടില്ലേ.